വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹസമ്പന്നനാകുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, വേദവിചാരം എന്ന ഈ പരമ്പരയിൽ മറ്റൊരു എപ്പിസോഡ് കൂടി കർത്താവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന ദൈവവചനം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അനുഗ്രഹമായി അങ്ങയിലുള്ള വിശുദ്ധിയിൽ വളരുവാൻ മുഖാന്തരമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീന നാടിയനെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. നൽകിയിരിക്കുന്ന കൃപയിൽ നിന്ന് വചനം ഘോഷിപ്പാൻ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട് കേൾവിക്കാരായി കടന്നു പോകാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അനുഗ്രഹം പ്രാപിച്ചു മുമ്പോട്ട് പോകാൻ വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമെന്ന് യേശുവിനകത്ത് അപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ തിരുവചനം. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 36. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നതുപോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സലിവ് കുറഞ്ഞു വരുന്ന ഒരു കാലയളവിലാണോ നാം ജീവിക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നുന്ന സംഭവങ്ങളാണ് ചുറ്റുപാടുകളും നടക്കുന്നത്. മനസ്സലിവ് എന്ന് പറയുമ്പോൾ എന്താണത്? ഒരു മനുഷ്യൻ്റെ യോഗ്യത അനുസരിച്ച് ലഭിക്കുന്ന കാര്യമല്ല, പിന്നെ അവൻ്റെ അയോഗ്യതയിലും അവനു വേണ്ടി കരുതുന്ന ഒരവസ്ഥയാണ് മനസ്സലിവ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ, ദൈവത്തോടുള്ള പ്രാർത്ഥനകൾ നാം ചൊല്ലുമ്പോൾ ദൈവത്തിൽ നിന്ന് മനസ്സലിഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ നമുക്കായി നടത്തിത്തരണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും എനിക്കതിന് യോഗ്യതയുണ്ട്, എനിക്കത് തരണം, എൻ്റെ അവകാശമാണ് എന്നൊന്നുമല്ല നാം പ്രാർത്ഥിക്കാറുള്ളത്. ദൈവമേ, എന്നോട് കരുണയുണ്ടായി, എന്നോട് മനസ്സലിവുണ്ടായി, എൻ്റെ കുഞ്ഞുങ്ങളോട്, എൻ്റെ കുടുംബത്തോട് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് മനസ്സലിഞ്ഞ് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ എൻ്റെ വിഷയങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് എനിക്ക് മറുപടി നൽകണമേ എന്നാണ് നാം പ്രാർത്ഥിക്കാറുള്ളത്. അപ്പോൾ ഈ മനസ്സലിവ് എന്നുള്ളത് അത് ദയയാൽ നമുക്ക് ലഭിക്കുന്ന കാര്യമാണ്. അത് കൊടുക്കുന്ന വ്യക്തിയുടെ മനസ്ഥിതി അനുസരിച്ച് ലഭിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സൃഷ്ടികൾ അല്ലെങ്കിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന വ്യക്തികളോട് എത്രത്തോളം നമുക്ക് മനസ്സലിവ് കാണിക്കുവാൻ കഴിയാറുണ്ട്? ഒരു വ്യക്തി ആയിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കി അവൻ്റെ മേൽ കരുണയുണ്ടാകുവാൻ നമുക്ക് കഴിയാറുണ്ടോ? പലപ്പോഴും നാം അത് അവൻ്റെ കുറ്റം കൊണ്ടാണ്, അവൻ്റെ പാപം കൊണ്ടാണ്, അവൻ അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ മദ്യപാനി ആയതുകൊണ്ടാണ് എന്നൊക്കെയും പറഞ്ഞ് അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നാം പലപ്പോഴും ശ്രമിക്കാറില്ലേ? എന്നാൽ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നതുപോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവിൻ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലും ഈ പ്രകാരമുള്ള ഒരു മനോഭാവം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്, യേശു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് വളരുവാനാണ് എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത്. കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ. അപ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നത് ഇപ്രകാരമുള്ള സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വരുമ്പോഴും സമസൃഷ്ടികളെ കരുതുമ്പോഴുമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ തിരുവചനം, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ മനസ്സലിവ് അല്ലെങ്കിൽ കരുണ എന്നുള്ള ആ ഒരവസ്ഥ
നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോഴാണ് നമ്മളുടെ മേൽ ദൈവത്തിന് കരുണയുണ്ടാകുക. നാം വായിക്കുകയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ നമുക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് കരുണ ലഭിക്കേണ്ടതിന് വേണ്ടി ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മോടൊപ്പമായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് എത്രത്തോളം കരുണ കാണിക്കുവാൻ കഴിയാറുണ്ട്. അത് നമ്മുടെ കുടുംബജീവിതത്തിൽ ആരംഭിക്കേണ്ട കാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യയ്ക്ക് ബലഹീനതയുണ്ടാകാം, അല്ലെങ്കിൽ ഭർത്താവിന് ബലഹീനതയുണ്ടാകാം. അത് വഹിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ കരുണയ്ക്ക് അവിടെ സ്ഥാനമില്ല. ഭാര്യയുടെ ബലഹീനത മനസ്സിലാക്കി ഭാര്യയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോഴാണ് ആ കരുണയ്ക്ക് അവിടെ സ്ഥാനം. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അപ്രകാരം ഇടപെടുമ്പോൾ മാത്രമാണ് നമുക്ക് നമ്മളിൽ കരുണയുണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം, നമ്മോടൊപ്പം ആയിരിക്കുന്ന മറ്റുള്ളവരാകാം. അവരുടെ മേൽ എത്രത്തോളം കരുണ കാണിക്കുവാൻ നമുക്ക് കഴിയാറുണ്ട്. നാം ഒക്കെയും ലോകപരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരോട് കരുണ കാണിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ യേശുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞിട്ടുള്ള, യേശുവിൻ്റെ കരുണ അനുഭവിച്ചിട്ടുള്ള ഓരോ വ്യക്തിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുകയാണ് ഇപ്രകാരമുള്ള കരുണ ഉണ്ടാകുവാൻ തക്കോണം. വിലാപങ്ങളുടെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ 3-ാം അധ്യായം 22-ഉം 23-ഉം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. ലാമെൻറ്റേഷൻസ് ചാപ്റ്റർ 3 വേഴ്സസ് 22 and 23. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അവ രാവിലെ തോറും പുതുതാകുന്നു, നിൻ്റെ വിശ്വസ്തത വലുതാകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയാണ്, അവൻ്റെ ദയയാണ് നാം നശിച്ചു പോകാതിരിക്കുവാൻ നമ്മെ നിലനിർത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾക്ക് ആനുപാതികമായി ആണ് ദൈവം നമ്മോട് പ്രവർത്തിക്കുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ലോകത്ത് ജീവിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ യാതൊരു അവകാശവുമില്ല. നാം വായിക്കുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേൽ അനുസ്യൂതം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബലഹീനതകളിലും നമ്മുടെ കുറവുകളെ കണക്കിടാതെ ദൈവം നമ്മോട് ദയ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അവൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിലുടനീളം നാം അനുഭവിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അടുത്ത വാക്യത്തെ വായിക്കുകയാണ്, അവ രാവിലെ തോറും പുതുതാകുന്നു, നിൻ്റെ വിശ്വസ്തത വലുതാകുന്നു. രാവിലെ തോറും പുതുതാകുന്നു, അതായത് കഴിഞ്ഞ ദിവസം നാം ചെയ്ത തെറ്റുകളും വീഴ്ചകളും ബലഹീനതകളും ക്ഷമിച്ച് ഒരു പുതിയ പ്രഭാതം ദൈവം നമുക്ക് നൽകി. ആ ദൈവത്തിൻ്റെ കരുണ, ദയ പുതുതായിട്ട് നമുക്ക് ആ ദിവസവും ലഭിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുണയാലാണ് നാം നയിക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ യോഗ്യതകളൊന്നും കൊണ്ടല്ല. നമുക്ക് അയോഗ്യതകൾ അനേകമുണ്ട്, വീഴ്ചകളും കുറവുകളും അനേകമുണ്ട്. എങ്കിലും അത് നമ്മോട് കണക്കിടാതെ ദൈവത്തിൻ്റെ കരുണ, ദയ നമ്മുടെ മേൽ അവനെപ്പോഴും ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കരുണ, നമുക്ക് ലഭിക്കുന്ന കരുണ മറ്റുള്ളവർക്കും നൽകുവാൻ നാം ബാധ്യസ്ഥരാണെന്ന് തിരുവചനം ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ തിരുവചനത്തിൽ നാം അത് വായിക്കുകയാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4-ഉം 5-ഉം തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. അപ്പോൾ ഈ കരുണയുണ്ടാകണമെങ്കിൽ മുന്നമേ നമ്മളിൽ സ്നേഹമുണ്ടാകണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബലഹീനതകളെ കണക്കിടാതെ നമ്മുടെ മേൽ കരുണ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ സമസൃഷ്ടികൾ അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്നവർ മറ്റുള്ളവർക്ക് കരുണ ചെയ്യണമെങ്കിൽ മുന്നമേ നമുക്ക് സ്നേഹമുണ്ടാകണം.
തിരുവചനം നാം പഠിക്കുമ്പോൾ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1 ലേഖനം 12 അധ്യായം 13 അധ്യായത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട് കൃപാവരങ്ങളെക്കുറിച്ച്. ആ കൃപാവരങ്ങളിൽ ശ്രേഷ്ഠമായത് സ്നേഹമാണ് എന്ന് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ആ സ്നേഹമാണ്, ആ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപമോചനത്തിനായി നമുക്ക് സ്വർഗം അവകാശമാക്കി നൽകുവാൻ തക്കവണ്ണം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആ സ്നേഹം പിതാവ് പ്രകടമാക്കിയത് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുക മാത്രമല്ല, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ബലിയായി തീർന്നതാണ്. അപ്പോൾ ആ സ്നേഹത്തിന് ഒരു പ്രദർശനം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്നു, എനിക്ക് ആരോടും ദേഷ്യമില്ല, വൈരാഗ്യമില്ല എന്ന് നാം അവകാശപ്പെടുന്നുവെങ്കിൽ ആ സ്നേഹം മറ്റ് പല കാര്യങ്ങളിലൂടെ അത് പ്രതിഫലിക്കണം. ആ സ്നേഹത്തിന് ഒരു പ്രകടനം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അത് കരുണയിലൂടെ നമുക്കത് പ്രദർശിപ്പിക്കുവാൻ നമുക്ക് കഴിയും. അയോഗ്യരായിരിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന, മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാൻ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാകുകയുള്ളൂ. ആ സ്നേഹം കരുണയിലൂടെ നമുക്ക് പ്രദർശിപ്പിക്കുവാനായിട്ട് കഴിയും. മറ്റുള്ളവരുടെ കരുണ, അവർ നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും ആ സ്നേഹം നമ്മളിൽ, ആ വ്യക്തിയോട് ഉള്ള സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് കരുണ കാണിക്കുവാൻ നമുക്ക് കഴിയും എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. തിരുവചനത്തിൽ ചില സംഭവങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായം 33 തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ ഒരു കാര്യം നാം വായിക്കുകയാണ്. ഒരു ശമരിയാക്കാരൻ അതുവഴി പോകുമ്പോൾ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അപ്പോൾ കർത്താവ് ഒരു നല്ല ശമരിയാക്കാരൻ്റെ ഉപമ ഈ അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഉപമയാണ്. നാം അത് വായിക്കുമ്പോൾ നാം കാണുകയാണ് 30 വാക്യം മുതൽ. യേശു ഉത്തരം പറഞ്ഞത്, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രമുരിഞ്ഞ് മുറിവേൽപ്പിച്ചിട്ട് അർത്ഥപ്രാണനായി അവനെ വിട്ടിട്ട് പോയിക്കളഞ്ഞു. അപ്പോൾ യെരുശലേമിൽ നിന്നും യെരിഹോയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കള്ളന്മാരുടെ കയ്യിൽപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ഉപമയിലൂടെ കർത്താവ് പറയണം. ആ മനുഷ്യന് ഉള്ളതൊക്കെയും അവർ അപഹരിച്ചു. അവർ അവൻ്റെ വസ്ത്രമുരിഞ്ഞ് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി അവനെ വിട്ടിട്ട് പോയി കളഞ്ഞു. അവൻ്റെ ജീവൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ്. എന്നിട്ട് നാം വായിക്കുന്നു, ആ വഴിയിലൂടെ യാദൃച്ഛികമായി ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മറുവശത്തു കൂടി കടന്നുപോയി. അപ്പോൾ ഈ പുരോഹിതൻ ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട്, ആരാധന നടത്തുവാനായിട്ട് പോയ ഒരു വ്യക്തി ആകാം. അപ്പോൾ ഈ പുരോഹിതൻ അതുവഴി വരികയാണ്. അവൻ കാണാതല്ല, അവനോട് വ്യക്തമായിട്ട് പറയുകയാണ്, അവനെ കണ്ടിട്ട് മറുവശത്തു കൂടി കടന്നുപോയി. അപ്പോൾ ഈ പുരോഹിതൻ ഒരുപക്ഷെ ആ കൃത്യസമയത്ത് തന്നെ ആ ദേവാലയത്തിൽ എത്തണം. അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ, അവിടെ ബലികൾ അല്ലെങ്കിൽ യാഗം അർപ്പിക്കുവാൻ ഉള്ള ധൃതിയിലാകാം ഒരുപക്ഷെ കടന്നു പോകുന്നത്. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അർത്ഥപ്രാണനായി ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ള ഒരു വ്യക്തി റോഡരികിൽ കിടന്നിട്ട് അവനെ കണ്ടിട്ട് കാണാത്തവനെ പോലെ മറുവശത്തുകൂടി അവൻ കടന്നു പോവുകയാണ്. കാരണം അടുത്തൂടെ പോയ ഏതെങ്കിലും കാരണവശാൽ ഇവൻ എന്നെ രക്ഷിക്കണമേ എന്ന് ചോദിച്ചാൽ അതിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് കണ്ടില്ല എന്ന ഭാവത്തോടുകൂടി മറുവശത്തുകൂടി അവൻ കടന്നു പോകുന്നു. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മറുവശത്തുകൂടി കടന്നുപോയി. അപ്പോൾ ലേവ്യനും ഈ ശുശ്രൂഷയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അവനും ഇപ്രകാരം ഈ വ്യക്തിയെ കണ്ടിട്ട് മറുവശത്തുകൂടി കടന്നു പോവുകയാണ്. 33 തിരുവചനത്തിൽ നാം വായിക്കുകയാണ്, ഒരു ശമരിയാക്കാരൻ അതുവഴി പോകുമ്പോൾ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അപ്പോൾ ശമരിയാക്കാരൻ എന്ന് പറയുമ്പോൾ അവൻ യഹൂദനല്ല. ആ വ്യക്തി ഈ അർത്ഥപ്രാണനായി കണ്ട വ്യക്തിയെ കണ്ടവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി. അവൻ്റെ ഹൃദയഭാരം അവിടെ ഉണ്ടാകുകയാണ്. ആ ഹൃദയഭാരം ചില പ്രവൃത്തിയിലേക്ക് അവനെ നയിക്കുകയാണ്. അടുത്ത വചനത്തിൽ നാം വായിക്കുകയാണ്, അവൻ്റെ അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി അവനെ
തൻ്റെ മൃഗത്തിൻ്റെ പുറത്ത് കയറ്റി ഒരു സത്രത്തിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. അപ്പോൾ ഇവിടെ ആരും പറഞ്ഞിട്ടല്ല, പിന്നെയോ അവന് ഈ പ്രകാരം കിടക്കുന്ന വ്യക്തിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവനെ സ്നേഹിച്ചതുകൊണ്ട് ആ സ്നേഹത്തിനൊരു പ്രദർശനം ഇവിടെ നാം കാണുകയാണ്. ഈ വ്യക്തിയോട് മനസ്സലിഞ്ഞ് നാം വായിക്കുന്നു, അവൻ്റെ അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി. അപ്പോൾ അർത്ഥപ്രാണനായി വസ്ത്രമൊക്കെയും നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവൻ്റെ വസ്ത്രം കീറിയാകാം ഈ വെച്ച് കിട്ടുന്നത്, കാരണം അവൻ്റെ കയ്യിൽ എക്സ്ട്രാ തുണി കാണണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അവൻ ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും അവൻ ഒരുപക്ഷെ കീറിയാകാം. ഈ അർത്ഥപ്രാണനായ വ്യക്തിയുടെ മുറിവുകളിൽ എണ്ണയും വീഞ്ഞും വെച്ച് മുറിവുകൾ വെച്ച് കെട്ടി അവൻ അവിടെ പ്രവർത്തിക്കുന്ന സാഹചര്യം നാം കാണുകയാണ്. എന്നിട്ട് അവനെ തൻ്റെ മൃഗത്തിൻ്റെ പുറത്ത് കയറ്റി ഒരു സത്രത്തിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിച്ചു. അപ്പോൾ അവൻ ഈ ശമരിയാക്കാരൻ കടന്നു വന്ന, അല്ലെങ്കിൽ അവൻ സഞ്ചരിച്ചിരുന്ന മൃഗത്തിൻ്റെ മുകളിൽ ഇപ്രകാരമുള്ളൊരു വ്യക്തിയെ കയറ്റി എന്ന് പറയുമ്പോൾ നാം അത് വളരെ ലഘുവായിട്ട് ആ കാര്യങ്ങൾ ചിന്തിച്ചേക്കാം, അല്ലെങ്കിൽ എടുത്തേക്കാം. അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തി എടുത്ത് ഒരു മൃഗത്തിൻ്റെ മുകളിൽ കയറ്റുക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രമകരമായ കാര്യമാണ്. മാത്രമല്ല, ആ വ്യക്തിയെ ഈ മൃഗത്തിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി ബാലൻസ് ചെയ്ത് വേണം ഇവനെ കൊണ്ടുപോകാൻ. അത് പെട്ടെന്ന് നടക്കാവുന്ന ഒരു കാര്യമല്ല. അപ്രകാരം ഒരു വലിയ ത്യാഗം ഈ ശമരിയാക്കാരൻ എടുക്കുകയാണ്. അങ്ങനെ അവനെ ഒരു സത്രം എന്ന് പറയുമ്പോൾ തൊട്ടടുത്തായിരിക്കുകയില്ല, തീർച്ചയായിട്ടും ദൂരെ എവിടെയോ സത്രത്തിൽ അവനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്നിട്ട് അവിടെ അവൻ ഇവനോടൊപ്പം ശുശ്രൂഷിച്ച് അവിടെ താമസിക്കുകയാണ്. എന്നിട്ട് പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ തൻ്റെ 2 വെള്ളിക്കാശെടുത്ത് സത്രപാലകന് കൊടുത്തു, ഇവനെ ശുശ്രൂഷിക്കണം, കൂടുതലായി എന്തെങ്കിലും ചിലവായാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നവനോട് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കയ്യിലുള്ളത് ഈ സത്രത്തിൻ്റെ ആളിന്, സത്രപാലകന് കൊടുത്തിട്ട് ഇവനെ ശുശ്രൂഷിക്കാൻ പറയുകയാണ്. ഇനിയും ഇതിലധികമായി എന്തെങ്കിലും നിനക്ക് ചിലവഴിക്കേണ്ടി വന്നാൽ മടങ്ങി വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാം. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ മനുഷ്യൻ്റെ അവസ്ഥ അറിയണമെന്നൊരാഗ്രഹം കൂടി ഇദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അതിലെ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മറ്റൊരു വഴിയെ പോകാം, അതിലെ തന്നെ പോയാലും ആ സത്രത്തിൽ കയറാതെ കടന്നു പോകാം. അപ്പോൾ ആ ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഈ അർത്ഥപ്രാണനായി കിടന്ന വ്യക്തിയോടുള്ള മനസ്സലിവിൻ്റെ പ്രകടമാണ് നമുക്ക് ഈ ശമരിയാക്കാരിലൂടെ കാണുവാൻ കഴിയുന്നത്. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശെടുത്ത് സത്രപാലകന് കൊടുത്തു, ഇവനെ ശുശ്രൂഷിക്കണം, കൂടുതലായി എന്തെങ്കിലും ചിലവായാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. എന്നിട്ട് യേശു ചോദിക്കുകയാണ്, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവൻ ഈ മൂവരിൽ ആര് അയൽക്കാരനായി തീർന്നുവെന്ന് നിനക്ക് തോന്നുന്നു? കർത്താവ് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്കൊരു ന്യായശാസ്ത്രി കടന്നു വന്നിട്ട് നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഒരു ഉപമയിലൂടെ കർത്താവ് നൽകുന്ന മറുപടിയാണ് നാം ഇവിടെ വായിച്ചത്. അപ്പോൾ നിത്യജീവൻ അവകാശിയായി തീരണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. നാം ഓർക്കും, നാം മുടങ്ങാതെ ആരാധനകളിൽ സംബന്ധിക്കാം, പ്രാർത്ഥിക്കാം, ഉപവസിക്കാം, എല്ലാം ദൈവത്തോട് നമുക്ക് സ്നേഹമുണ്ട്. ദൈവത്തെ നാം തെറ്റുകളോ വലിയ പാപമോ ഒന്നും ചെയ്യാത്തവരാകാം. പക്ഷേ കർത്താവ് ഇവിടെ പറയുകയാണ്, നിത്യജീവൻ അവകാശമാക്കി തീരുവാൻ നീയും ഇപ്രകാരം തന്നെ ചെയ്യും. എന്താണ്? സമസൃഷ്ടികളോട് കരുണയുള്ളവരായിരിക്കണം. അപ്പോൾ നമുക്കറിയാം, 10 കൽപ്പനകൾ 2 കൽപ്പനയായിട്ട് കർത്താവ് ചുരുക്കി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ കൽപ്പന, ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക, സേവിക്കുക. രണ്ടാമത്തെ കൽപ്പന, അങ്ങനെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സമസൃഷ്ടികളെയും. അപ്പോൾ ഈ 2 കൽപ്പനകൾ നാം ഒരുപോലെ പാലിക്കുമ്പോഴാണ് നിത്യരാജ്യത്തിന് നാം അവകാശികളായിത്തീരുന്നത്. മറ്റുള്ളവർക്ക് എതിരെ എന്തെങ്കിലും ദോഷം ചെയ്യാത്തത് കൊണ്ടോ, നാം മുടങ്ങാതെ ദേവാലയങ്ങളിൽ പോകുന്നത് കൊണ്ടോ, ആരാധനകളിൽ സംബന്ധിക്കുന്നത് കൊണ്ടോ മാത്രം നമുക്ക് നിത്യരാജ്യം അവകാശമാക്കുവാൻ കഴിയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ സമസൃഷ്ടികളെയും സ്നേഹിക്കുവാനും ആ സ്നേഹം, കരുണ മറ്റുള്ളവരിലേക്ക് ചൊരിയുവാനും
നമുക്ക് കഴിയുമ്പോൾ, എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് കരുണ ലഭിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരോടും കരുണ കാണിക്കുവാൻ, മറ്റുള്ളവരുടെ ആവശ്യത്തെ മനസ്സിലാക്കി അവരെ സ്നേഹത്തിൽ അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കി അവരോട് മനസ്സിലുള്ള വ്യക്തിയായി നാം ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കോണം നമുക്ക് കഴിയുന്നതെന്ന് ഈ ഉപമയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നാം വരുമ്പോൾ മറ്റൊരു സംഭവം നമുക്കവിടെ കാണുവാൻ തക്കോണം കഴിയും. 18-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ തിരുവചനം മുതൽ നാം ഇപ്രകാരം വായിക്കുകയാണ്. സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കുവാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശ്യമാകുന്നു. അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരിക്കുന്ന ഒരുവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. കൊടുത്തു തീർക്കുവാൻ അവന് കഴിവില്ലാതിരുന്നതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കുവാൻ കൽപ്പിച്ചു. അതുകൊണ്ട് ആ ദാസൻ വന്ന് വീണ് അവനെ വന്ദിച്ചുകൊണ്ട്, യജമാനെ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ സകലതും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയച്ചു, അവന് കടവും ഇളച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ ദാസനുമായി കണക്ക് തീർക്കുന്ന ഈ യജമാനൻ അവനോട് മനസ്സലിഞ്ഞ്, അവനോട് കരുണയുണ്ടായി അവൻ്റെ കടം ഇളച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ വ്യക്തിയിലുണ്ടായ മനസ്സലിവ് ഈ ദാസന് ഇത് കൊടുക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കടം ഇളച്ച് കൊടുക്കുന്നതായിട്ട് നാം കാണുകയാണ്. എന്നിട്ട് തുടർന്ന് നാം വായിക്കുന്നു, ആ ദാസൻ പോകുമ്പോൾ തനിക്ക് 100 വെള്ളിക്കാശ് കടപ്പെട്ടിരുന്ന ഒരു കൂട്ടുദാസനെ കണ്ട് കഴുത്തിന് പിടിച്ച് ഞെക്കി, നിന്റെ കടം തന്നു തീർക്കുക എന്ന് പറഞ്ഞു. അവൻ്റെ കൂട്ടുദാസൻ പാദത്തിൽ വീണ് അവനോട്, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു തീർക്കാം എന്നപേക്ഷിച്ചു. എന്നാൽ അവൻ മനസ്സില്ലാതെ ഉടനെ ചെന്ന് കടം വീട്ടുവോളം അവനെ തടവിലാക്കി. ഈ സംഭവിച്ചത് അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. അവർ ചെന്ന് സംഭവിച്ചതൊക്കെയും യജമാനനെ ബോധിപ്പിച്ചു. 10,000 താലന്ത് കടമുണ്ടായിരുന്ന ഒരു വ്യക്തി അത് ഇളച്ചു നൽകിയ ആ യജമാനൻ്റെ മനസ്സലിവിനെക്കുറിച്ച് ചിന്തിക്കാതെ 100 വെള്ളിക്കാശ് കടപ്പെട്ടിരുന്ന ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇതാണ് വാസ്തവത്തിൽ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമ്മുടെ അനേക കടങ്ങൾ, പാപങ്ങൾ ദൈവം ക്ഷമിച്ച് ദൈവത്തിൻ്റെ ദയയും കരുണയും നമ്മുടെ മേൽ ചൊരിഞ്ഞ് ഓരോ ദിവസവും ദൈവം നമ്മെ വഴി നടത്തുമ്പോൾ നമ്മോട് കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളോട് മനസ്സലിവ് തോന്നിക്കുവാൻ, ആർദ്രത തോന്നിക്കുവാൻ, കരുണയുണ്ടാകുവാൻ നമുക്ക് കഴിയാതെ നാം മുമ്പോട്ട് പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ് കർത്താവ് ഈ ഉപമയിലൂടെ ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് നാം ഇന്ന് വായിക്കുകയാണ് 32-ാം വാക്യം. യജമാനൻ അവനെ വിളിച്ചു, ദുഷ്ടദാസനെ, നീ എന്നോട് അപേക്ഷിച്ചപ്പോൾ ഞാൻ ആ കടമൊക്കെയും ഇളച്ചു തന്നുവല്ലോ. എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും നിൻ്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. അങ്ങനെ യജമാനൻ കോപിച്ചു. അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ പീഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും അനുഭവിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ ഇത് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുകയാണ്. ഇല്ല എങ്കിൽ എന്താണ് എന്നിവിടെ നാം തിരുവചനത്തിലൂടെ അല്ലെങ്കിൽ ഈ ഉപമയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ കരുണയുണ്ടാകണമെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയണം. ആ സ്നേഹം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലയളവിലേക്ക് കടന്നു പോവുകയാണ്. അത് കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങളായിരുന്നാലും സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളായിരുന്നാലും ആ സ്നേഹം ഇന്ന് കുറഞ്ഞു പോകുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം, സെയിൻറ്റ് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 13 നാം ഇപ്രകാരം വായിക്കുന്നു, കരുണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും, കരുണ ന്യായവിധിക്കെതിരെ സന്തോഷിക്കുന്നു. അപ്പോൾ കരുണ കാണിക്കുന്നില്ല എങ്കിൽ എന്താണ്? കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. ന്യായവിധിയിൽ ഒരു കരുണയും നമുക്ക് ലഭിക്കുകയില്ല. കാരണം
നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടുവാൻ മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ അത് മുഖാന്തരമായി തീരുകയാണ്. അത് നമ്മളിൽ നിന്ന് ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഇതില്ലാത്തവരോട് നാം പറയുകയാണ്, അത് കരുണയില്ലാത്ത ന്യായവിധി കരുണ കാണിക്കാത്തവനുണ്ടാകും. എന്നിട്ട് തുറന്ന് വായിക്കുന്നു, കരുണ ന്യായവിധിക്കെതിരെ സന്തോഷിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവരോട് ആർദ്രതയും മനസ്സലിവും കരുണയുമുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. അത് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കരുണ കാണിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം എന്തെങ്കിലും ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടാകുന്നതിനേക്കാൾ ഉപരിയായി സമസൃഷ്ടികളെ സ്നേഹിക്കുവാൻ, അത് നമ്മുടെ ഭവനത്തിൽ തന്നെ ആരംഭിക്കണം. നമ്മൾ ചുറ്റുപാടും കേൾക്കുന്ന സംഭവങ്ങൾ എത്രയോ ഭയാനകമായിട്ടുള്ള സംഭവങ്ങളാണ്. മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തതിൻ്റെ ഫലമായി അത് കൊലപാതകങ്ങളിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ പോലും നമുക്ക് കാണുവാൻ കഴിയുന്നില്ലേ? കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്ന, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നു എന്ന് അഭിമാനിക്കുന്ന എന്നിലും നിങ്ങളിൽ നിന്ന് ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ കരുണയാണ്. പ്രത്യേകിച്ച് ഈ നോയമ്പിൻ്റേതാകുന്ന ദിവസങ്ങളിൽ നാം 50 ദിവസം ഉപവാസം എടുത്തും പ്രാർത്ഥിച്ചും നോയമ്പെടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ എന്ത് നമ്മളിൽ നിന്നുണ്ടാകണം? കരുണ കാണിക്കുവാൻ, പാവപ്പെട്ടവരോട്, സാധുക്കളോട് കരുണ കാണിക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ആ കരുണ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നീർച്ചാലുകൾ പോലെ നമ്മളിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.